ഒപ്പമുള്ള എല്ലാ കുട്ടികളുണ്ട് നമ്മുടെ കൂടെ. നമ്മൾ ആദ്യം ആരംഭിച്ചത് അക്ഷരയും ആര്യയൊക്കെ ആയിരുന്നു. ഇവരൊക്കെയാണ് ടീമിന്റെ ലീഡേഴ്സ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മള് ബ്ലൂ റാമ്പില് എല്ലാവരും കടലിലേക്ക് അങ്ങ് ഇറങ്ങി ആസ്വദിക്കുകയാണ് അല്ലെ. ഫുൾ ഹാപ്പി അല്ലേ നമ്മള് സാധാരണ വളരെ ശക്തമായിട്ടുള്ള തിരമാലകൾ വരുമ്പോ പേടിച്ചോടാറുള്ള മനുഷ്യർക്ക് എല്ലാം ധൈര്യപൂർവ്വം അവിടെ നിന്ന് ഫുൾ മുങ്ങി താഴ്ന്ന് എണീറ്റ് നമ്മൾ ആസ്വദിച്ച് ഹാപ്പി ആയിട്ട് അതിരിക്കണം. വീണ്ടും ഞങ്ങളെ കടലിൽ ഇറങ്ങാൻ പറ്റിയിട്ടിരിക്കുകയാണ് അല്ലെ. ഒത്തിരി കുട്ടികളെ ഇന്ന് സാധാരണഗതിയിൽ നമ്മള് ബീച്ചിലേക്ക് അധികം വന്നിട്ടില്ലാത്ത ഒത്തിരി കുട്ടികൾ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. ഒത്തിരി സന്തോഷമാണ് അവരോടൊപ്പം ഇന്ന് ഈ കടപ്പുറത്ത് നിൽക്കാനായിട്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലൊക്കെ തിരുവനന്തപുരത്തെ 2 സ്കൂളിലെ കുട്ടികളാണ് ഇപ്പോ വന്നിട്ടുള്ളത്. അവരുടെ ടീച്ചേഴ്സും ഒപ്പം കുടുംബാംഗങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാരും കൂടെ ഒത്തൊരുമിച്ചിന്ന് ആഘോഷിക്കുകയാണ്. ശരിക്കും മനുഷ്യന് എത്ര ആസ്വദിച്ചാലും തീരാത്ത, ഒരിക്കലും മടുക്കാത്ത ആനന്ദങ്ങളിലൊന്ന് തിരമാലകൾ നൽകുന്ന ഒരു അനുഭൂതിയാണ്. അപ്പൊ എനിക്കത് എന്റെ ജീവിതത്തിലും വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്കൊന്ന് തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നുകൊണ്ടായിരിക്കാം. പക്ഷെ കൊച്ചുനാളിലെ ഏറ്റവും വലിയ ട്രീറ്റ് എന്ന് പറയുന്നത് കടപ്പുറത്ത് പോകാന്നുള്ളതാണ്, ബീച്ചിൽ പോകാന്നുള്ളതാണ് കൊച്ചുനാളിലെ ഏറ്റവും വലിയ ട്രീറ്റ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സന്തോഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു നൽകാനായിട്ടാണ് ഈ ഒരു ഉദ്യമം. അപ്പൊ ആനന്ദം എന്നുള്ളതിൽ കവിഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വളരെ ശക്തമായിട്ടുള്ള തിരമാലകൾ നമ്മൾ ആഞ്ഞടിക്കുമ്പോഴും നമ്മൾ അതിനെ ഭയം എന്നുള്ള ഒരു വികാരത്തെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു പാഠം കൂടിയാണ് കടപ്പുറം എന്നെ സംബന്ധിച്ചിടത്തോളം. അതുതന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഞാനും കാണുന്നത്. എല്ലാവരും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഭയമില്ലാതെ തന്നെ വളരെ സുരക്ഷിതമായി അതേസമയം ആനന്ദത്തോടു കൂടി കൂട്ടായ്മയിൽ ഒത്തൊരുമിച്ച് ആഘോഷിക്കുകയാണ്.